കോഴിക്കോട് പാളയം ബിജു കൊലപാതകത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ച ബിജുവിന്റെ ബന്ധു ദീപക്കാണ് അറസ്റ്റിലായത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി കണ്ടെത്താനായിട്ടില്ല. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഷഹദ്, മുൻവൈരാഗ്യത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഈ കൊലപാതകം അതിക്രൂരമായിട്ടാണ് കൊന്നിട്ടുള്ളത്. എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചു. പക്ഷേ കത്തി കണ്ടെടുക്കണം, തെളിവുകൾ ശേഖരിക്കണം, ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയണം. എന്തൊക്കെയാണ് പോലീസ് ഇതുവരെ ഈ കൊലപാതകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ? പാളയത്തെ ബിജുവിന്റെ കൊലപാതകത്തിൽ ബന്ധുവായിട്ടുള്ള ദീപക് എന്ന് പറയുന്ന 22കാരനാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇയാളെക്കുറിച്ച് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതിലേക്ക് നയിച്ച സംഭവം എന്ന് പറയുന്നത്, അതായത് ഈ ദീപക് എന്ന് പറയുന്ന യുവാവ് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് മരിച്ചിട്ടുള്ള ബിജു, അതായത് ദീപകിനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു, കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ മാനസികാരോഗ്യ കേന്ദ്രത്തിലും ചികിത്സയ്ക്കായിട്ട് ഈ ബിജു നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പകയാണ് ഈ കൊലയ്ക്ക് കാരണം എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. ഈ ദീപകിന്റെ വീട്ടിൽ നിന്നുമാണ് ഈ യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ സംഭവം നടന്നതിന് ശേഷം മരിച്ചിട്ടുള്ള ബിജുവിന്റെ ഫോണും അതുപോലെ തന്നെ വണ്ടിയുടെ താക്കോൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കാണാനില്ലായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെയാണ് ഈ കേസ് അന്വേഷണം ദീപകിന്റെ അടുത്തേക്ക് എത്തുന്നത്. ഈ മരണം നടന്ന ദിവസം, അന്ന് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ദീപക് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അന്ന് ദീപകിന്റെ കയ്യിലൊക്കെ മുറിവും ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ പോലീസ് നോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം രാത്രി ദീപകിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും. ശരി ഷാദ.